കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 2025 ഒക്ടോബർ 7, 8 എന്നീ തീയതികളിലായി കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ വെച്ച് നടത്തപ്പെട്ട രാപ്പകൽ സമര വേദിയിലെ ദൃശ്യങ്ങൾ ദീപം FIS ചാനലിലൂടെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാസികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുക, തുടർന്നുള്ള കാലം അവർക്ക് ജന്മനാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് 2 ദിവസക്കാലം നമ്മുടെ ജില്ലയൊട്ടാകെ പര്യടനം നടത്തി. നാളെ ഈ പരിപാടിയുടെ വ്യാപക സമരം സമാപിക്കുകയാണ്. ഏത് കാര്യങ്ങൾക്കും ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തയ്യാറാവണം. ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെയും ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കടന്നു വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നത്. ന്യായയുക്തമായിട്ടുള്ള അവകാശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നെറികെട്ട നയങ്ങൾ തിരുത്തി കുറിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പോരാട്ടം സംഘടിപ്പിക്കുന്നത്. ഈ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇതിന്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹിതരെയും സഖാക്കളെയും എല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വരുംകാലങ്ങളിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും CITUവിന്റെ സർവോത്മകമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവ അഭിവാദനങ്ങൾ. പ്രവാസി സംഘം സിന്ദാബാദ്, രാപ്പകൽ സമരം സിന്ദാബാദ്, രാപ്പകൽ സമരം സിന്ദാബാദ്. ലോകത്തെല്ലാ രാജ്യത്തും കഠിനാധ്വാനം ചെയ്തവരാം പാവം ഞങ്ങൾ പ്രവാസികൾ ഇന്ത്യൻ സമ്പത്തിൻ താങ്ങുകൾ വിദേശ നാണ്യം നേടിത്തന്ന് ഇന്ത്യൻ ഖജനാവിന് കരുത്തായി പ്രവാസികൾ ഞങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്, പ്രവാസി സംഘം സിന്ദാബാദ്, രാപ്പകൽ സമരം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, പ്രവാസി സംഘം സിന്ദാബാദ്. പ്രായം ഒരുപിടി കഴിയുമ്പോൾ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, പ്രവാസി സംഘം സിന്ദാബാദ്. Cobblestones glisten